എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ബിൽഡപ്പുകൾക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത +1 കുട്ടികൾക്ക് പ്രത്യേകിച്ചും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാത്ത ഒരു മഹാന്റെ സ്പീച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ A.P.J അബ്ദുൽ കലാം സാറിൻ്റെ നല്ലൊരു സ്പീച്ച്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. Let's examine what Dr. A.P.J Abdul Kalam has to tell us about being successful and unique. He is telling about how to be successful and unique in our life. എങ്ങനെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ സാധിക്കും, അതുപോലെ തന്നെ എങ്ങനെ യുണീക്കാകാൻ. യുണീക്ക് എന്നുള്ളത് ഈ ഒരു പാഠത്തിൻ്റെ ആത്മാവ് എന്ന് തന്നെയാണ്. യുണീക്ക് എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുക എന്നർത്ഥം. മറ്റുള്ളവരെ പിന്തുടരാതെ അവനവനായിട്ട് തന്നെ നിൽക്കുക. അതിനെയാണ് യുണീക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ആരെയും പിന്തുടരാത്ത അവസ്ഥ. അദ്ദേഹം തൻ്റെ സ്പീച്ച് തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ സോങ്ങുമായിട്ടാണ്. When I wished upon a star, makes no difference who I am. Anything my heart desires will come to me. ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു സോങ് അല്ലേ. ഇത് 1940 ഡിസ്നി മൂവീസിൻ്റെ പിനോക്കിയോ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിലാണ് ഈ ഒരു സോങ് ആദ്യമായിട്ട് വന്നത്. പിന്നീട് അങ്ങോട്ട് വളരെ ഫേമസ് ആയിട്ട് മാറി. When I wish upon a star, ഞാനൊരു നക്ഷത്രത്തെ ആഗ്രഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ വെൻ ഐ വിഷ് ഫോർ സംതിങ്, ഞാൻ എന്തിനെങ്കിലും വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത്, ഓർ വെൻ ഐ ഡ്രീം, ഞാൻ സ്വപ്നം കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഈ വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ എന്നുള്ളതിൻ്റെ പുറകിലൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് രാത്രിയിൽ ആദ്യം ആകാശത്ത് കാണുന്ന നക്ഷത്രത്തെ നോക്കി തൻ്റെ ആഗ്രഹം പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം നടക്കുമെന്നായിരുന്നു വിശ്വാസം. പക്ഷേ അബ്ദുൽ കലാം സാർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ പിൻബലത്തിലല്ല, ഇവിടെ വേറൊരു രീതിയിലാണ്. അതായത് നമ്മൾ സ്വപ്നം കാണുമ്പോൾ വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം, ഞാൻ ആരാണെന്ന് പ്രസക്തിയില്ല, ഞാൻ ആര് തന്നെ ആയാലും, മേക്ക് നോ ഡിഫറൻസ് ഹൂ ഐ ആം, ഹൂ എവർ ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസൈർസ്, എൻ്റെ ഹൃദയം ഇച്ഛിക്കുന്നതെല്ലാം, ആഗ്രഹിക്കുന്നതെല്ലാം വിൽ കം ടു മീ, എൻ്റെ അടുത്തേക്ക് വരും. നമ്മുടെ സ്വപ്നങ്ങൾ ആത്മാർത്ഥമായിരുന്നാൽ അതെന്താവും, അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. I realize, ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എന്താണ് തിരിച്ചറിവ്? How the contributions of youth in the past have continuously contributed to the world of today in many fields. അതായത് മുമ്പുണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ പല മേഖലകളിലുമുള്ള അനസ്യൂത സംഭാവനകൾ, തുടർച്ചയായിട്ടുള്ള സംഭാവനകൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന ലോകത്തെ സംഭാവന ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ലോകത്തെ വാർത്തെടുത്തത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അല്ലേ? ഇപ്പോൾ ഇന്നത്തെ ലോകം പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, അത് മുമ്പുണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ തുടർച്ചയായ അധ്വാനത്തിൻ്റെയും അവരുടെ സ്വപ്നങ്ങളുടെയും ഫലമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ ഒരു സേയിങ്, ആഡിജ് ഓർമ്മ വരികയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമാ നഗരം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല. പേഷ്യൻസ് ആൻഡ് കണ്ടിന്യൂസ് എഫേർട്ട് മേക്ക് സംതിങ് ഫ്രൂട്ട്ഫുൾ. എന്തെങ്കിലും ഒരു കാര്യം സഫലമാകണമെങ്കിൽ പേഷ്യൻസ്, ക്ഷമ ആവശ്യമാണ്, അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ആവശ്യമാണ്, കണ്ടിന്യൂസ് എഫേർട്ട്. അല്ലാണ്ട് ഒന്നും പെട്ടെന്ന് ഉണ്ടാവണതല്ല. അതുപോലെ തന്നെ ഇന്നത്തെ ലോകം, ഇന്ന് കാണുന്ന ലോകവും പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. എന്താണ്? ആസ് വി സേ, റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അവർ പ്രസന്റ് വേൾഡ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ആസ് ഓഫ് എ സഡൻ. ഇറ്റ്സ് ആക്ച്വലി ദ കോൺട്രിബ്യൂഷൻ of the youth of the past. I would like to assert ഊന്നി പറയുന്നതിനെയാണ് assert എന്ന് പറയില്ലേ. Say strongly, എന്തെങ്കിലും ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നതിനെയാണ് assert എന്ന് പറയുന്നത്. I would like to assert that no youth today needs to fear about the future. Why? അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ഇന്നത്തെ യുവതയ്ക്ക് എന്ന് പറയുന്നുണ്ട്. എന്താണ് കാര്യം? എന്തുകൊണ്ട്? The ignited mind of youth. Ignited, ഇവിടെ ഇഗ്നൈറ്റഡ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇൻത്യൂസിയാസ്റ്റിക് എന്നാണ്, അല്ലെങ്കിൽ ലീഗർ, അത്യധികം ഉത്സാഹമുള്ള എന്നാണ് ഇവിടെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇഗ്നൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇഗ്നിഷൻ, ബേണിംഗ് എന്നാണ്, അല്ലേ? ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന എന്നാണ് ഇഗ്നിഷൻ്റെ അർത്ഥം. അതായത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഉത്സാഹമുള്ള യുവതയുടെ മനസ്സ്, അതാണ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് അബവ് ദ എർത്ത്. നമ്മുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലോകത്തിൻ്റെ, ഭൂമിയുടെ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ആകാശത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ യുവതയുടെ, നമ്മുടെ യുവാക്കളുടെ അല്ലെങ്കിൽ യുവതികളുടെ ആ ഒരു ഇഗ്നൈറ്റഡ് മൈൻഡ്സാണ്, ജ്വലിക്കുന്ന മനസ്സാണ്. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് ദ വിങ്സ്. അപ്പോൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ജനിച്ചിരിക്കുന്നത്
ചിറകുകൾ കൊണ്ടാണ്. Last year, I went to a village to inaugurate a program called Sasthrayaan, which means the propagation of science. കഴിഞ്ഞ വർഷം I went to a village to inaugurate a program. I went സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം തുടക്കത്തിൽ ലാസ്റ്റ് ഇയർ എന്ന് കാണാം അല്ലേ. കൃത്യമായിട്ട് സമയം പറഞ്ഞതുകൊണ്ട് അവിടെ എന്ത് മതി, സിമ്പിൾ പാസ്റ്റ് ടെൻസ് മതി. ലാസ്റ്റ് ഇയർ ഐ വെന്റ് ടു എ വില്ലേജ് ടു ഇനാഗുറേറ്റ് എ പ്രോഗ്രാം. ഒരു വില്ലേജിൽ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ, എന്താണ് ഉദ്ഘാടനം ചെയ്യാൻ പോയത്, ശാസ്ത്രയാനാണ് അല്ലേ. ശാസ്ത്രയാൻ്റെ മീനിങ് എന്താണ്? വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. പ്രൊപ്പഗേറ്റ് മീൻസ് ടു സ്പ്രെഡ് എന്നാണ് അർത്ഥം, പ്രചാരണം. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രചാരണം എന്നാണ് ശാസ്ത്രയാൻ എന്നുള്ളതിൻ്റെ അർത്ഥം. ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാനാണ് ഞാൻ ആ വില്ലേജിൽ പോയത്. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ, ദ മിഷൻ, ദൗത്യം. എന്താണ് ശാസ്ത്രയാൻ്റെ ദൗത്യം? വാസ് ടു എൻഷുവർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ് ടുവേർഡ്സ് മേക്കിംഗ് ദം എലിജിബിൾ ടു ബി എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, വാസ് ടു എൻഷുവർ, ടു മേക്ക് ഷുവർ, ഉറപ്പുവരുത്താൻ എന്ത്, ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ്, പല സ്കൂളുകളിൽ നിന്നുള്ള 2000-ഓളം വരുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ടുവേർഡ്സ് മേക്കിംഗ് ദം എലിജിബിൾ ടു ബി എഞ്ചിനീയേഴ്സ്, അവരെ എലിജിബിളാക്കാൻ, അർഹരാക്കാൻ വേണ്ടി. എഞ്ചിനീയേഴ്സായിട്ടും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റായിട്ടും ഡോക്ടേഴ്സായിട്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള മാനേജേഴ്സായിട്ടും സിവിൽ സർവൻസ് ആയിട്ടും ഒക്കെ മാറാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുള്ളൊരു ധൈര്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ അബൌട്ട് 2000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി, അതായത് ഇത്രയും പേർക്ക് അതിനുള്ള ഒരു പ്രചോദനം നൽകി കഴിഞ്ഞാൽ, ഇറ്റ് വുഡ് ഇൻ ടേൺ മീൻസ് ആസ് എ റിസൾട്ട്, ഭാവിയിൽ അല്ലേ, 1 by 1 ആണ് ഇൻറ്റേൺ എന്നുള്ളതിൻ്റെ അർത്ഥം, ഊഴത്തിനനുസരിച്ച്, അല്ലെങ്കിൽ പടിപടിയായി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നൊക്കെ പറയാം. പടിപടിയായിട്ട് എന്തിലേക്ക് നയിക്കും? എംപവർ അബൌട്ട് 2000 ഫാമിലീസ്. 2000 പേര്, 2000 സ്റ്റുഡൻസ് എംപവർ ആയി കഴിഞ്ഞാൽ അത് 2000 ഫാമിലീസിനെ എംപവർ ചെയ്യും. മൈ ഇനാഗുറൽ അഡ്രസ് ടു എ മിക്സ്ഡ് ഓഡിയൻസ് കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ് ആൻഡ് their family members was on the topic Science Empowers the Nation. എൻ്റെ ആ ഉദ്ഘാടന പ്രസംഗമായി ഇനാഗുറൽ അഡ്രസ് ടു എ മിക്സ്ഡ് ഓഡിയൻസ്. അത് പലരും മിക്സഡ് എന്നൊക്കെ വായിക്കാറുണ്ടല്ലേ, മിക്സ്ഡ് എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കേൾവിക്കാർ പലതരത്തിലുള്ള ആളുകളാണ് അല്ലേ. ദർ ആർ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ജെൻഡേഴ്സ്, ഡിഫറെൻറ്റ് ഏജസ് ആൻഡ് ഫ്രം ഡിഫറെൻറ്റ് കോർണേഴ്സ് ഓഫ് ദ വേൾഡ്. പല ഭാഗത്തു നിന്നുള്ള മിക്സ്ഡ് ഓഡിയൻസ് ആണ് എനിക്കുള്ളത്. കൺസിസ്റ്റിംഗ് ഓഫ്, അവിടെ ആരൊക്കെയാണ് അതിൽ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഉൾക്കൊണ്ടിട്ടുള്ളതെന്ന് നോക്കൂ. 5000 സ്റ്റുഡൻസ്, കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ദ ഫാമിലി മെമ്പേഴ്സ് അല്ലേ. ഒരു 5000-ഓളം കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ ഒരു സദസ്സിൻ്റെ വ്യാപ്തി ആലോചിക്കാവുന്നതാണ്. അവർ മാത്രമല്ല, അവരുടെ ഫാമിലി അടക്കമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരോടാണ് സംസാരിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? ദ സ്പീച്ച് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ശാസ്ത്രം എങ്ങനെയാണ് രാജ്യത്തെ എംപവർ ചെയ്യുന്നത്, ശാക്തീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു ആ വിഷയം. ആഫ്റ്റർ മൈ അഡ്രസ്, എൻ്റെ സ്പീച്ചിന് ശേഷം, ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റൈസ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ സ്പീച്ചൊക്കെ കണ്ടവർക്കറിയാം, മൂപ്പരൊരു ഇൻട്രാക്ഷൻ സെഷൻ വെക്കാറുണ്ട് അല്ലേ. കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് ആശയ കൈമാറ്റം ചെയ്യാനുള്ളൊരവസരം, ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരവസരം അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ സമയത്ത് 100 കണക്കിന് കൈകളാണ് പൊങ്ങിയത്. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, ഇതിനുവേണ്ടി വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഐ സെലക്റ്റഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം. ഞാൻ 12 പേരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. റാൻഡം എന്ന് പറഞ്ഞാൽ നോട്ട് സീക്വൻഷ്യലി, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തു. ഫ്രം ദ ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ്, അവസാനം ഇരിക്കുന്ന നിരയിലെ കുട്ടികൾ മുതൽ ആദ്യം വരെ, അങ്ങനെ അവസാനം നിന്ന് ആദ്യത്തേക്ക് ഞാൻ അങ്ങനെ 12 പേരെ സെലക്ട് ചെയ്തു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ. ഞാൻ നിങ്ങളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഒരു ചോദ്യം ഓഫ് ഗ്രേറ്റ് കൺസേൺ. ഇവിടെ കൺസേണിൻ്റെ അർത്ഥം ഇമ്പോർട്ടൻസ് എന്നേ ഉള്ളൂ. എ സീരിയസ് ക്വസ്റ്റ്യൻ. നൗൺ ഫോമാണ് കൺസേൺ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ഒരു കുട്ടി എന്നോട് ചോദിക്കുകയാണ് അല്ലേ. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. ആ ചോദ്യം ഒരു നിങ്ങളെപ്പോലെ തന്നെ ഒരു ടീനേജറിൻ്റെ അടുത്തു നിന്നായിരുന്നു, കൗമാരക്കാരൻ്റെ. ഹു ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. ഒരു വില്ലേജറായ കുട്ടിയാണ്. ഹി വാസ് നെർവസ് ആൻഡ് എ typical representative of youth of India.
ഹി വാസ് നെർവസ്. കുട്ടികൾ അങ്ങനെയല്ലേ, ആദ്യമായിട്ട് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ആളോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ചിലർക്കെങ്കിലും നെർവസ്നെസ് ഉണ്ടാവില്ലേ, ഒരു വിറയൽ. കുട്ടിയും നെർവസ് ആയിരുന്നു. അതുപോലെ തന്നെ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ടൈപ്പാണ്, അറിയില്ലേ. നമ്മൾ ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതുന്ന സമയത്ത് മിക്കവാറും ഉപയോഗിച്ചിട്ടുള്ള വാക്കായിരിക്കും ടിപ്പിക്കൽ. ഹീ ഈസ് എ ടിപ്പിക്കൽ ഫാമർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുതാറുണ്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത്. ഇപ്പോൾ ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിബിറ്റിംഗ് ദ ക്വാളിറ്റീസ് ദാറ്റ് ഐഡൻറ്റിഫൈ എ ഗ്രൂപ്പ്. എക്സിബിറ്റിംഗ് ദ ക്വാളിറ്റീസ്, ഷോയിങ് ദ ക്വാളിറ്റീസ്, ചില ഗുണങ്ങൾ കാണിക്കുക. എന്തിൻ്റെ? ദാറ്റ് ഐഡൻറ്റിഫൈ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, ഒരു മാതൃകയായിട്ട് അല്ലേ. ഒരുപാട് ആളുകൾ അതുപോലെ ഉണ്ടാവും. ഇപ്പോൾ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ എന്ന് പറഞ്ഞാൽ, ഒരു ഇന്ത്യൻ വുമൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടിനെ സാക്ഷാത്കരിക്കുന്ന ഒരു മോഡൽ, അതാണ് ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു യൂത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ, അതാണ് ഈ കുട്ടി. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങുകയാണ്. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. എനിക്ക് എന്ത് ചോദിക്കണമെന്നറിയില്ല. ഐ എം നെർവസ്. മൂപ്പർക്ക് നിൽക്കാൻ ഒരു പ്രയാസമുണ്ടല്ലേ. ഹി വാസ് നെർവസ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. നമ്മൾ നേരത്തെ സീകളിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. ഹി ഡസൻറ്റ് ഹാവ് ദ കോൺഫിഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസിൻ്റെ ആവശ്യമുണ്ട്. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ്. ഞാൻ ഇതുവരെ കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. ഇത്രയും കാലം ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിച്ചു, എന്നിട്ടും എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ വയ്യ, പേടിയാണ്. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനോടും അങ്ങനെ തന്നെയാണ്. വെനെവർ ഐ ടോക്ക്, ഞാൻ സംസാരിക്കുമ്പോൾ, ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ എലഗൻസസ്. ഞാൻ എന്നെ തന്നെ മറ്റുള്ള കുട്ടികളോട് കമ്പയർ ചെയ്യും. എനിക്കൊരു കോംപ്ലക്സ് ആണല്ലേ. ഐ ഹാവ് എ സോർട്ട് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതായത് ഞാൻ എന്നെ തന്നെ, എൻ്റെ ഡ്രസ്സിനെയും മറ്റുള്ളവരുടെ എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിനെയും തമ്മിൽ കമ്പയർ ചെയ്യും അല്ലേ. എനിക്ക് സംശയം ചോദിച്ചാൽ ആൾക്കാർ എന്നെ നോട്ടീസ് ചെയ്യില്ലേ, അപ്പോൾ എൻ്റെ കുറവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കില്ലേ എന്നുള്ള രീതിയിൽ എനിക്കാകപ്പെട്ടൊരു കോംപ്ലക്സ് ആണ്. എലഗൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതെന്നാണ് അർത്ഥം. ബാക്കിയുള്ളവരൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് കാണപ്പെടുമ്പോൾ ഞാൻ മാത്രം എന്തോ ഒരു കുറവ് എനിക്കുണ്ട് എന്നൊരു തോന്നലാണ്. പ്ലീസ് ടെൽ മീ, ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്ക് ഒരു മറൈൻ എഞ്ചിനീയർ ആകണം എന്നാണ് ആഗ്രഹം. അല്ലേ, മറൈൻ ഓഫ് റിലേറ്റിംഗ് ടു ദ സീ ഓർ സീ ട്രാൻസ്പോർട്ട്. കടലിനെയും കപ്പലിനെയൊക്കെ സംബന്ധിച്ച കാര്യങ്ങളെയാണ് മറൈൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു മറൈൻ എഞ്ചിനീയർ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. അത് മറ്റൊരാഗ്രഹമാണ്. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റുള്ള ആഗ്രഹം ഇതാണ്. എനിക്ക് കപ്പലിൽ യാത്ര ചെയ്യണം, യാത്ര ചെയ്താൽ പോരാ, ക്യാപ്റ്റൻ ആവണം. മാത്രമല്ല എനിക്ക് കപ്പലിൻ്റെ എൻജിനും ഉണ്ടാക്കണം. ഷോൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ. എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയുമോ സാർ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? എനിക്ക് എങ്ങനെ ഇത് നേടാൻ സാധിക്കും? ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ എങ്ങനെ സാധിക്കും? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ, എൻറ്റയർ ഓഡിയൻസ് and dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say to the sincere question of a young village boy. When the boy completed the question, അദ്ദേഹം ഒരു ചോദ്യം പൂർത്തിയാക്കിയ സമയത്ത്, the entire audience, the complete audience, the whole audience, എല്ലാവരും, and the dignitaries on the dais, ആ വേദിയിലിരുന്ന എല്ലാ മഹത് വ്യക്തികളും, including the chief minister, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം ഉൾപ്പെടെ, വേ ആർ ലുക്കിംഗ് അറ്റ് മീ, എന്നെ നോക്കുകയാണ്. ഡയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ അല്ലേ, വേദി എന്ന അർത്ഥം. അത് ഡയീസ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ ഡയസ്, രണ്ടായാലും ശരിയാണ്. ഇൻക്ലൂഡിംഗ് ദി ചീഫ് മിനിസ്റ്റർ, വേ ആർ ലുക്കിംഗ് അറ്റ് മീ വണ്ടറിങ് വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ ടു ദ സിൻസിയർ ക്വസ്റ്റ്യൻ ഓഫ് എ യങ് വില്ലേജ് ബോയ്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരനായ വില്ലേജ് ബോയോട് എന്ത് മറുപടിയാണ് പറയുക എന്നുള്ള രീതിയിൽ എല്ലാവരും എന്നെ സൂക്ഷിച്ചു നോക്കി. ഐ തോട്ട് ഓഫ് ഇറ്റ്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചു. ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ്, നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട്, ഐ സെറ്റ്, ഞാൻ പറഞ്ഞു, മൈ ഡിയർ ഫ്രണ്ട്, യു ഹാവ് പുട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ among the many questions that I have received from millions and millions of students whom I have met. കൂട്ടുകാരാ,
You have put the most difficult question. നീ ചോദിച്ചത് ഏറ്റവും പ്രയാസമേറിയ ഒരു ചോദ്യമാണ്. Among the many questions that I have received from millions and millions of students whom I have met. ഞാനിതുവരെ കണ്ട ദശലക്ഷക്കണക്കിന് കുട്ടികൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളെക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നീ ഇപ്പോൾ ചോദിച്ചത്. I value your question. Means, I think your question is very important. Let me recite a beautiful ancient poem named I Will Fly. ഞാനൊരു മറുപടിയായിട്ട് ചൊല്ലിയ പോയം താഴെ കൊടുത്തിട്ടുണ്ട്. I am born with potential, I am born with goodness and taste, I am born with ideas and dreams, I am born with greatness, I am born with confidence, I am born with wings. So I am not meant for crawling. I have wings, I will fly and fly. ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന ഇംഗ്ലീഷാണ് അല്ലേ? I am born with potential. ഞാൻ കഴിവുകൾ കൊണ്ടാണ് പിറന്നത്. ഞാൻ പിറക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ കഴിവുകളുണ്ട്. I am born with goodness and trust. എൻ്റെ ഉള്ളിൽ ഗുഡ്നെസ്, ഇന്നസെൻസ് ഉണ്ടല്ലേ, നന്മയുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ്, വിശ്വാസമുണ്ട്. ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ ജനിച്ചത് ഡ്രീംസുമായിട്ടും അതുപോലെ തന്നെ ഐഡിയാസ്, ആശയങ്ങളുമായിട്ടാണ്. എന്തൊക്കെ കൊണ്ടാണ്? ഗ്രേറ്റ്നെസ്, കോൺഫിഡൻസ്. ഞാൻ ജനിച്ചത് ചിറകുകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചിറകുകളുണ്ടെങ്കിൽ പിന്നെ ഇഴയേണ്ട ആവശ്യമല്ലോ. ഐ എം നോട്ട് മെന്റ് ഫോർ ക്രോളിങ്. എനിക്ക് ചിറകുകളുള്ളതുകൊണ്ട് ഞാൻ ഇഴയേണ്ടവനല്ല. ഐ ഹാവ് വിങ്സ്. ചിറകുകളുള്ളതുകൊണ്ട് ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ പറക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ഞാൻ തീർച്ചയായിട്ടും പറക്കും. സോ ഈച്ച് ഓഫ് അസ് ആർ ബോൺ വിത്ത് വിങ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെല്ലാവരും ചിറകുകൾ കൊണ്ടാണ് ജനിച്ചു വീണിരിക്കുന്നത്. സോ വി ആർ നോട്ട് മെൻ ഫോർ ക്രോളിങ്. നമ്മൾ പാമ്പിനെ പോലെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങേണ്ടവരല്ല. വി ആർ ദ പീപ്പിൾ ഹൂ ഹാവ് ദ എബിലിറ്റി ടു ഫ്ലൈ. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗത്തിലേക്ക് വരികയാണ്. ഐ വിൽ ടെൽ യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. എങ്ങനെ യുണീക്കാകാം അല്ലേ? അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഐ ഹാവ് സോ ഫാർ ഇതുവരെ ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 million യൂത്ത് ഇൻ എ ഡെക്കേഡ്സ് ടൈം. ഈ ഒരു ദശാബ്ദക്കാലത്ത്, ഈ ഒരു 10 വർഷക്കാലത്ത് ഞാൻ ഏതാണ്ട് 15 ദശലക്ഷം യുവാക്കളെ കണ്ടിട്ടുണ്ട്. എവരി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. എല്ലാവരുടെയും ആവശ്യം യുണീക്ക് ആകണമെന്നാണ്, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകണമെന്നാണ്. യുണീക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹം പറയുന്നുണ്ട്, ദാറ്റ് ഈസ് യു. നിങ്ങൾ ഓരോരുത്തരെയും യുണീക്കാണ് അല്ലേ? നിങ്ങൾ ജന്മനാ യുണീക്ക് തന്നെയാണ്. ഡോണ്ട് ട്രൈ ടു ബി ലൈക്ക് അതേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവരെ പോലെ ആകാനല്ല, നിങ്ങൾ നിങ്ങളാകാനാണ് ശ്രമിക്കേണ്ടത് എന്ന്. ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ്. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഡേ ആൻഡ് നൈറ്റ്, അഹോരാത്രം, രാത്രിയും പകലുമെന്നില്ലാതെ. ടു മേക്ക് യു ജസ്റ്റ് എവരിബഡി എൽസ്. മറ്റുള്ളവരെ പോലെ നിങ്ങളെ ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ യുവർ ഹോം, ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ്. വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് എന്താണ് പറയുക? ടു ബി ലൈക്ക് ദ നെയ്ബേഴ്സ് ചിൽഡ്രൻ. അയൽക്കാരനെ നോക്കൂ, അവിടുത്തെ കുട്ടിയെ നോക്കൂ എന്ന് പറയും. ഫോർ സ്കോറിങ് ഗുഡ് മാർക്സ്. കാരണം എന്താണ്? അവൻ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാകും. സോ യുവർ പാരൻസ് മേ സേ ടു യു, look at Rahul, our neighbor's son. He is scoring full A+ in each and every subject. ഓരോ സബ്ജക്റ്റിലും അവൻ എന്ത് ചെയ്യുന്നു? ഫുള്ള് മാർക്ക് നേടുന്നു. ഇങ്ങനെ നടന്നു അല്ലേ? യു ജസ്റ്റ് ഗോ ലൈക്ക് ദിസ്. വെൻ യു ഗോ ടു സ്കൂളിൽ പോണ സമയത്തോ, യുവർ ടീച്ചർ സേസ്, ടീച്ചർ എന്താ പറയുക? വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 rankers ഇൻ ദ ക്ലാസ്. നിനക്ക് എന്തുകൊണ്ട് മുൻനിരയിലുള്ള ആദ്യത്തെ 5 കുട്ടികളെ പോലെ ആയിക്കൂടാ അല്ലേ? മുൻനിരയിലേക്ക് നിനക്ക് വന്നുകൂടെ? Why not you become like the first 5 rankers in the class? ആദ്യത്തെ 5 റാങ്കുകളിൽ ഒരാളായിക്കൂടെ? ആദ്യത്തെ 5 റാങ്കുകാരാകാൻ ആദ്യത്തെ 5 പേർക്കല്ലേ പറ്റുള്ളൂ അല്ലേ? എല്ലാവർക്കും പാടെ ആദ്യത്തെ 5 റാങ്കുകാരാകാൻ പറ്റുമോ? പ്രയാസമായിരിക്കും. സോ എവരി പേഴ്സൺ ഹാസ് ഹിസ് ഓൺ ഇൻഡിവിജ്വാലിറ്റി. കലാം സർ സേസ്, യു ജസ്റ്റ് ഹോൾഡ് ഓൺ ടു യുവർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ഐഡൻറ്റിഫൈ യുവർ ടാലൻസ് ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് യുവർ ഡ്രീം. Wherever you go, people say, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ആളുകൾ പറയും, യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവരിബഡി എൽസ്. എവിടെ പോയാലും ആളുകൾ എന്താ പറയുക? നീ മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ആവണം എന്നാണ് പറയുക അല്ലേ? കണ്ടോ, നിനക്ക് മറ്റേ പോലെ ആയിക്കൂടെ? നിനക്ക് എല്ലാവരും നടക്കുന്ന പോലെ നടന്നുകൂടെ ഒക്കെ ചോദിക്കാറുണ്ട്. അല്ലാതെ നീയാകണം എന്നാരും പറയാറില്ല അല്ലേ? നൗ ഡിയർ യങ് ഫ്രണ്ട്സ്, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്. അപ്പോൾ അദ്ദേഹം പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് യുണീക്ക് ആക്കണം എന്നാണ് ആഗ്രഹം? അപ്പോൾ തീർച്ചയായിട്ടും കുറേ പേരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവും, പ്രസംഗമല്ലേ. സോ
Seeing the response from the side of students, he continues. നിങ്ങൾ കൈപോക്കിയതൊക്കെ ശരി, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. The challenge, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine. നിങ്ങളുടെ സ്വപ്നമൊക്കെ നല്ലതാണ്, പക്ഷെ അത് നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചലഞ്ച് ഉണ്ട്, ഒരു വെല്ലുവിളിയുണ്ട്. എന്താണ്? യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ. നിങ്ങൾക്ക് ഏറ്റവും വലിയ യുദ്ധം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സറൗണ്ടിങ്സിനോട്, നിങ്ങളെ മറ്റുള്ളവരെ പോലെയാകാൻ പ്രേരിപ്പിക്കുന്ന ആളുകളോട്, അതുപോലെ തന്നെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളോടെല്ലാം യുദ്ധം ചെയ്യേണ്ടി വരും, അല്ലേ? അത് മറ്റുള്ള ആളുകൾ ഊഹിക്കുന്നതിലുമെല്ലാം അപ്പുറത്തുള്ള ഒരു യുദ്ധമായിരിക്കും. ആർക്കും ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള ഒരു യുദ്ധമാണത്. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. നിങ്ങൾ ഒരിക്കലും ആ യുദ്ധം നിർത്തരുത്. നെവർ സ്റ്റോപ്പ്, നെവർ ഗീവ് അപ്പ് ഫൈറ്റിംഗ് അൺടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിൻ പ്ലേസ്. നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ, ഉദ്ദേശ സ്ഥാനത്ത്, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങൾ ആ യുദ്ധം തുടരണം. ദാറ്റ്സ് എ യുണീക്ക് യു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ സാധിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? So try to be unique in your life, says Dr A.P.J Abdul Kalam. Okay, this is the simplest chapter that you have to study in your +1 English textbook. Very easy one. അലങ്കാരങ്ങളുള്ള ഒരുപാട് വാക്കുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കുന്ന ആളല്ല നമ്മുടെ കലാം സർ, അല്ലേ? വളരെ ലളിതമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് എല്ലാവരും മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. Okay, read the speech again and again. See you soon with the exercises of this chapter, and thanks for listening.